ഹലോ! ഇവരെ രണ്ടാളെയും കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഉത്സവത്തിന് പോകുമ്പം ചേച്ചിമാരെ മക്കളെ ഞങ്ങളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങളെ മക്കളെ അവർ നോക്കാനായേ. അങ്ങനെ ഞങ്ങൾ സെറ്റായി അമ്പലത്തിലേക്ക് പോയി. നട്ടുച്ചയ്ക്ക് പോയതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നേ. വെള്ളാട്ട് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വെള്ളാട്ട് തുടങ്ങിയ സ്ഥലത്ത് തിരക്കില്ലെങ്കിലും ചോറ് കഴിക്കുന്ന സ്ഥലത്ത് നല്ല തിരക്കായിരുന്നേ. പിന്നെ നമ്മൾ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കാതെ തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ എവിടെ പോയാലും അമ്പലത്തിലെ ചോറിൻ്റെ രുചി പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ചോറ് കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ നട്ടുച്ചയ്ക്ക് ഞങ്ങൾ വന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം വെള്ളാട്ടമൊക്കെ കാണാമെന്ന് വിചാരിച്ച് അവിടെ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വാളാട് ശ്രീ കുരിക്കാൽ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ 21 പരം തിറകളും വെള്ളാട്ടവും ഒക്കെ ഉണ്ടാവേ. അപ്പോൾ നമുക്കൊരു വെള്ളാട്ടം കണ്ടാലോ? പണ്ടൊക്കെ ഞാൻ വിചാരിച്ചത് വെള്ളാട്ടവും തിറയും ഒന്നാണെന്നാട്ടോ. അപ്പോൾ തിറ നടക്കുന്നതിന് മുന്നേ നടക്കുന്നതാണ് വെള്ളാട്ട്. ഇപ്പോൾ ഒരു തിറ നടക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ വെള്ളാട്ട് നടന്നിട്ടാണ് കേട്ടോ അതിൻ്റെ തിറ നടക്കുക. അതിൻ്റെ ശാന്തമായിട്ടുള്ള അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള രൂപവും കൂടെയാണ് വെള്ളാട്ട്. ഇനി ഇവിടെ നിന്നാൽ ത്രിജു എന്നെക്കൊണ്ട് ലോൺ എടുപ്പിക്കും കേട്ടോ. അവൻ്റെ കൈ കൊള്ളുന്നതൊക്കെ അവൻ എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇവർ രണ്ടാളും വെള്ളാട്ടം നടക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിൽ തിറ നടക്കുമ്പം ദൂരെ പോയി നിൽക്കുമായിരുന്നു. കാരണം എനിക്ക് വേഷങ്ങളൊക്കെ അണിയുന്ന കാണുമ്പോൾ പേടിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഒരു പേടിയും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി വൈകുന്നേരം വരാമെന്ന് വിചാരിച്ച് രണ്ടാളെയും കൊണ്ട് ഞങ്ങൾ പോയേ. ബാക്കി വിശേഷം വൈകുന്നേരത്തെ വീഡിയോയിൽ കാണാം.